നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് പാലയുടെ കഥയാണ്. പാലയുടെ രാഷ്ട്രീയമാണ്. മീനച്ചിലിന്റെ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പോരിന്റെ കഥയാണ്. 1965 മുതൽ 2019 വരെ 13 തവണ തുടർച്ചയായി പാലാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച KM മാണി. KM മാണിയുടെ ഭരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാണി സി കാപ്പൻ വിജയിച്ചു. പിന്നീട് 2021 കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി മാണി സി കാപ്പൻ തന്റെ വിജയകഥ തുടർന്നു. 2021 കാപ്പൻ നേടിയത് 15,378 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇപ്പോഴിതാ മാണി സി കാപ്പനും ജോസ് കെ മാണിയും നേരിട്ട് പോർക്കളത്തിൽ. ഒപ്പം ഷോൺ ജോർജുമുണ്ട്. 5 പതിറ്റാണ്ടിലേറെക്കാലം പാല നിയോജക മണ്ഡലം മറ്റ് നിയോജക മണ്ഡലങ്ങളുടെ വികസന മോഡലായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന 3 രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ പാലയുടെ പോർക്കളത്തിൽ ഏറ്റുമുട്ടുന്നു. ഈ പോരിനും ഒരു പാരമ്പര്യമുണ്ട്. ചെറിയാൻ കാപ്പൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ മകനാണ് മാണി സി കാപ്പൻ. വോളിബോൾ കളത്തിൽ എതിരാളിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ചടുല മുന്നേറ്റങ്ങൾ നടത്തുന്ന മാണി സി കാപ്പൻ പിന്നീട് രാഷ്ട്രീയത്തിലും ഒരു കൈ പയറ്റി. KM മാണി എന്ന അധികായനെ 3 വട്ടം ഒപ്പത്തിനൊപ്പം പിടിക്കാനും പിന്നീട് ലക്ഷ്യം കൈപ്പിടിയിലൊതുക്കാനും മാണി സി കാപ്പന് കഴിഞ്ഞു എങ്കിൽ അതിനു പിന്നിൽ ഒരുപിടി കാരണങ്ങളുണ്ട്. 2021 ഉഴവൂർ വിജയനെതിരെ 22,301 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു KM മാണിക്ക്. എന്നാൽ 2011 5,259 കുറഞ്ഞു. മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷമായിരുന്നു KM മാണിക്ക് ഇത്തരമൊരു വോട്ടുവീഴ്ച സംഭവിച്ചത്. അതിനു പിന്നിൽ പൂഞ്ഞാറിൽ നിന്ന് കയറി വന്ന ചില മണ്ഡലങ്ങൾ. 1976 തൻ്റെ 20-ാം വയസ്സിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളിബോൾ ക്യാപ്റ്റനായിരുന്നു കാപ്പൻ. പിന്നീട് അബ്കാരി കോൺട്രാക്ടർ, നിർമ്മാതാവ്, സംവിധായകൻ, അഭിനേതാവ്, കർഷകൻ തുടങ്ങി നിരവധി വേഷങ്ങൾ. സ്വാതന്ത്ര്യ സമര സേനാനിയും MPയും MLAയുമായിരുന്ന ചെറിയാൻ കാപ്പന്റെ 10 മക്കളിൽ ഒരാളാണ് മാണി സി കാപ്പൻ. പാലായുടെ ചരിത്രത്തിനൊപ്പം തലപ്പൊക്കമുണ്ട് കാപ്പൻ കുടുംബത്തിനും. സജീവ രാഷ്ട്രീയം വിട്ട ചെറിയാൻ കാപ്പൻ പാലായിലെ തറവാട്ടു സ്വത്തുവിറ്റ് തൃശൂർ ചേലക്കരയിൽ സ്ഥലം വാങ്ങി കൃഷിയിൽ ശ്രദ്ധിച്ച കാലഘട്ടം. ചെറിയാൻ കാപ്പന്റെ അഭിഭാഷക ഓഫീസിലായിരുന്നു പാലായിൽ KM മാണിയുടെ ആദ്യ പ്രാക്ടീസ്. പിന്നീട് ചെറിയാൻ കാപ്പനുമായി അടുക്കുകയും അകലുകയുമൊക്കെ ചെയ്ത ചരിത്രമാണ് KM മാണിക്കുള്ളത്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് KM മാണിക്കെതിരെ. അന്ന് KM മാണി ഏറെ സ്നേഹിച്ചിരുന്ന ചെറിയാൻ കാപ്പൻ കോടതിയിലെത്തി KM മാണിക്കെതിരെ മൊഴി നൽകി. തെരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് KM മാണിയെ സുപ്രീം കോടതി വിടുതൽ നൽകി. പിന്നീട് മാണിയുടെ രാഷ്ട്രീയം മീനച്ചിൽ ആറ് പോലെ നിറഞ്ഞൊഴുകി. കാപ്പൻ കുടുംബവും കരിങ്കോഴയ്ക്കൽ കുടുംബവും ഇരു ധ്രുവങ്ങളിലും നിന്ന് വാഗ്വാദങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കും കടന്ന കാലഘട്ടം. അന്നു മുതൽ KM മാണിയെ തോൽപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തിലേക്ക് മാണി സി കാപ്പൻ തൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. പാലായിൽ എവിടെയെങ്കിലും KM മാണിക്കെതിരെ ഒരു വിമത ശബ്ദമുയർന്നാൽ അവർക്കൊപ്പം ഓടിയെത്തുക മാണി സി കാപ്പൻ്റെ സ്ഥിരം ശൈലിയായി. ഉഴുതുമറിച്ച് വിളയിച്ച ഒരു കോൺഗ്രസ് മണ്ണ് തന്നെയാണ് എല്ലാ കാലത്തും പാലായുടേത്. എന്നാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ അതിശക്തമായ വേരോട്ടം ആ മണ്ണിൽ വളർത്തിയെടുക്കാൻ KM മാണി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന് കഴിഞ്ഞു. പാലായുടെ മണ്ണിന് ഏറെ പ്രത്യേകതകളുണ്ട്. ചങ്കുറപ്പുള്ള ഉശിരന്മാരുടെ മണ്ണാണത്. പള്ളിപ്പെരുന്നാളിനും ഉത്സവത്തിനുമൊക്കെ അരയിൽ കത്തിതിരികെ എത്തുന്ന തൻ്റേടികളുടെ നാട്. ഒരു പള്ളയ്ക്ക് കത്തി കയറുമ്പോൾ അരയിലിരിക്കുന്ന കൊച്ചുപച്ചാത്തി വലിച്ചൂരി ശത്രുവിന്റെ നെഞ്ചിൻ കൂടിന് താഴെ കൊരുക്കുന്ന തൻ്റേടികളുടെ നാട്. മീനച്ചിൽ രാഷ്ട്രീയം വെല്ലുവിളികളുടേതാണ്. ചിലപ്പോൾ റബ്ബർ പോലെ വലിച്ചു നീട്ടാം, മറ്റു ചിലപ്പോൾ വിട്ടാൽ പൂർവ്വസ്ഥിതി പ്രാപിക്കും. പ്രവചനാതീതമാണ് പലപ്പോഴും പാലായുടെ മനസ്സ്. ഒരിക്കൽ കോൺഗ്രസിലെ വൃത്ത നേതൃത്വത്തോട് കലഹിച്ച് പാലായുടെ മണ്ണിൽ ഉദയം ചെയ്തു വന്ന ഒരു യുവ നേതാവായിരുന്നു KM മാണി. തൻ്റെ ആദ്യ രാഷ്ട്രീയ അംഗത്തിന് തുടക്കം കുറിക്കുമ്പോൾ പാല അരമനയിലെത്തിയ KM മാണിയോടന്ന് ബിഷപ്പ് പറഞ്ഞു, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. കേരള കോൺഗ്രസും കോൺഗ്രസുമൊക്കെ വിരുദ്ധ ചേരിയിൽ മത്സരിക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ KM മാണി വിജയശ്രീലിടതനായി പിന്നീട് അരമനയിലേക്ക് കടന്നു ചെന്നു. പിന്നീട് പാലാപ്പള്ളിയും അരമനയും ഒന്നും ഒരിക്കൽ പോലും KM മാണിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അരമനയും ബിഷപ്പുമൊക്കെ കോൺഗ്രസിനെ സ്നേഹിച്ചിരുന്നു എങ്കിൽ പിന്നീട് കോൺഗ്രസ് പാളയത്തിലേക്ക് പള്ളിയെ
കെ എം മാണി തന്നെ കൈപിടിച്ചു കൊണ്ടുവരുന്ന കാഴ്ച. പാലായിലെ വീടുകളൊക്കെ കെ എം മാണിക്ക് സുപരിചിതം. വീടാന്തരം കയറിയ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കം. കെ എം മാണി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു പി ടി ചാക്കോ എന്ന അധികായൻ, പിന്നീട് പി ടി ചാക്കോയുടെ മകനെ കടപ്പാടിന്റെ പേരിൽ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നതും അതേ കെ എം മാണി തന്നെ. എന്നാൽ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി രാഷ്ട്രീയ ചുവടുവയ്പ് നടത്തിയപ്പോൾ നെഞ്ചുപിടച്ചു. മകന്റെ സ്ഥാനം നൽകി തന്നെ ഓമനിച്ച് നിലനിർത്തിയ കെ എം മാണി തന്നെ കൈവിടുമോ എന്ന ആശങ്കയായിരുന്നു അതിനു പിന്നിൽ. പിന്നീട് പി സി തോമസിന്റെ കളം തെറ്റിയ കളികൾ പാർട്ടിക്ക് തലവേദനയായി. തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക്. ഒടുവിൽ മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ പി സി തോമസും കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയും നേർക്കുനേർ. ആ തെരഞ്ഞെടുപ്പിൽ ചാണക്യതന്ത്രങ്ങൾ ഒരുക്കിയത് ഡിജോ കാപ്പൻ എന്ന പൊതുപ്രവർത്തകൻ. ഡിജോ കാപ്പൻ, ജെയിംസ് വടക്കൻ തുടങ്ങി ഏകദേശം 5ഓളം ആളുകൾ പി സി തോമസിനെ വിജയിപ്പിക്കാൻ അന്ന് കളത്തിലിറങ്ങി. അതിനു പിന്നിൽ ചില പാരമ്പര്യപ്പോരുമുണ്ട്. കേരള കോൺഗ്രസ് എം പ്രസ്ഥാനത്തിൽ നിന്നിരുന്ന ഡിജോ കാപ്പൻ പിന്നീട് അതിൽ നിന്ന് പുറത്തായി. സമാനമായ തലത്തിൽ ഡിജോ കാപ്പൻ്റെ സുഹൃത്ത് ജെയിംസ് വടക്കനും. അവരൊക്കെ കൂടി ചേർന്ന് അന്ന് ജോസ് കെ മാണിയെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. അതുകൊണ്ട് അന്ന് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ പ്രചരിച്ചത് സമാനതകളില്ലാത്ത അമൂൽ കഥകൾ. അവർ തൊടുത്തുവിട്ട കഥകൾ കേട്ട് ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചു. പക്വതയില്ലാത്ത നേതാവ്, അമൂൽ നേതാവ് എന്നൊക്കെ വിളിക്കപ്പെട്ടു അക്കാലഘട്ടങ്ങളിൽ ജോസ് കെ മാണി. തുടക്കത്തിൽ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ അമ്പേറ്റ ഒരു യുവത്വമായിരുന്നു ജോസ് കെ മാണിയുടേത്. പാല നിയോജക മണ്ഡലത്തിൽ കെ എം മാണി തന്റെ വിജയഗാഥ തുടർന്നു. അതിനിടയിൽ ജോസ് കെ മാണി കോട്ടയം പാർലമെന്റിൽ MP ആയി വിജയിച്ചു. കോട്ടയം പാർലമെന്റിൽ തന്റെ വികസന പ്രവർത്തനങ്ങളുടെ മുന്നേറ്റമൊരുക്കി വീണ്ടും വിജയിക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞു. മണ്ഡലത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ഏട് പകർന്നുകൊണ്ടായിരുന്നു ആ യുവ നേതാവിന്റെ അരങ്ങേറ്റം. മറുവശത്ത് പാലക്കാർക്കിടയിൽ വലിയ നുണപ്രചരണം തുടർന്നു പോന്നു, പ്രത്യേകിച്ച് ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട്. അവിടെയാണ് പിന്നീട് പാലായിൽ പ്രചരിച്ച ഒട്ടനവധി കഥകൾ. 2021 കെ എം മാണിക്ക് ശേഷം പാല നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കാൻ ജോസ് കെ മാണി പാലായിൽ തന്നെ അന്ന് മത്സരിക്കുന്നു. സുഹൃത്തുക്കളും അടുപ്പക്കാരുമൊക്കെ ജോസ് കെ മാണിയോട് പറഞ്ഞു, പഴയ പാല നിയോജക മണ്ഡലം എന്നത് കടുത്തുരുത്തി നിയോജക മണ്ഡലമാണ്. മണ്ഡല പുനഃക്രമീകരണത്തിൽ കെ എം മാണിക്ക് പിന്തുണ നൽകിയിരുന്ന മണ്ഡലങ്ങളൊക്കെ നേരെ കടുത്തുരുത്തിയിലേക്ക് ചെന്നെത്തി. എന്നാൽ പാല നിയോജക മണ്ഡലത്തെ പുൽകിയിരുന്ന കെ എം മാണിയുടെ ആ ഓർമ്മ മാറ്റാൻ ജോസ് കെ മാണി ഇഷ്ടപ്പെട്ടില്ല. പാല നിയോജക മണ്ഡലം തന്നെ തന്റെ അംഗത്തട്ടായി ജോസ് കെ മാണി തെരഞ്ഞെടുത്തു. രാഷ്ട്രീയം പലപ്പോഴും കൊടിയ അഭിനേതാക്കളുടേതാണ് എന്ന് മറന്നുപോയിരുന്നു ആ രാഷ്ട്രീയ നേതാവ്. രാഷ്ട്രീയത്തിൽ മാന്യതയുടെ മുഖമാണ് ജോസ് കെ മാണിയുടേത് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ആരെയും അപകീർത്തിപ്പെടുത്താത്ത രാഷ്ട്രീയ ശൈലി, മാന്യമായി മാത്രം സംസാരിക്കുന്ന നേതാവ്. നാട്യങ്ങളില്ലാത്ത മനുഷ്യന് പക്ഷെ അഭിനയിക്കാൻ അറിയില്ല. പലപ്പോഴും ആൾക്കൂട്ടങ്ങൾക്കിടയിൽ അലിഞ്ഞു ചേരാൻ അദ്ദേഹത്തിന് കഴിയാറില്ല. രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ മാന്യത മാത്രം പോരാ, അടിത്തടവുകൾ പഠിക്കണമെന്ന് ജോസ് കെ മാണി അന്ന് പഠിച്ചിരുന്നില്ല. കുതികാൽ വെട്ടുകൾ പരിശീലിക്കണമെന്ന് ആ യുവ നേതാവ് മനസ്സിലാക്കിയിരുന്നില്ല. വെറുക്കുമ്പോഴും തോളിൽ കൈയിട്ട് മുഖത്തുമ്മ വയ്ക്കാനുള്ള കഴിവ് വേണമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. പ്രശ്നങ്ങളെ സത്യസന്ധതയോടെ നേരിടാൻ അദ്ദേഹം പരിശീലിച്ചു. അതിലപ്പുറം ആഴത്തിലുള്ള ആത്മബന്ധങ്ങൾക്ക് പലപ്പോഴും ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ല. നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ ആ മനസ്സിൽ ശക്തമാണ്. ജനഹിത പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അറിയാം. സംഘടനാ പ്രവർത്തനങ്ങളും ഭരണമികവും അദ്ദേഹത്തിലുണ്ട്. എന്നാൽ ജനകീയതയിൽ എവിടെയോ ഒരു കുറവ്. മറുവശത്ത് നിൽക്കുന്ന മാണി സി കാപ്പൻ്റെ ചരിത്രം മറ്റൊന്ന്. ചാരായ ലേലത്തിനൊരു പെട്ടിയുമെടുത്ത് ഏറ്റവും മുൻനിരയിൽ ഗൗരവത്തോടെ ചെന്നിരിക്കും. പിന്നീട് സെറ്റിൽമെന്റ് പണം വാങ്ങി തിരികെ പോരുന്ന ഒരു കോൺട്രാക്ടറുടെ വേഷം. സിനിമാ നിർമ്മാണത്തിൽ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി അന്ന് അഭിനേതാക്കൾക്കൊപ്പം അഭിനയിച്ച് തകർക്കുന്ന മാണി സി കാപ്പൻ. മേഘാലയത്തിൽ കൃഷി, മറുവശത്ത് ഗോവയിലെ ബന്ധങ്ങൾ. ഇന്ത്യയിൽ നിറഞ്ഞു നിന്നിരുന്ന മാണി സി കാപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കൂട്ടുകാർക്കൊക്കെ കാപ്പൻ ഒരു മേളമാണ്. പണം കയ്യിലില്ലെങ്കിൽ കടം വാങ്ങി കൂട്ടുകാരെ സൽക്കരിക്കും. എന്നാൽ ഒടുക്കാത്ത രാഷ്ട്രീയ പക കെ എം മാണിയോട് മനസ്സിൽ കാപ്പൻ സൂക്ഷിച്ചു. കാപ്പനെ സംബന്ധിച്ച് കെ എം മാണിയെ തോൽപ്പിക്കുക എന്നത് തന്റെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല, ജീവിത ലക്ഷ്യമായിരുന്നു. ഒരു വശത്ത് മാണി സി കാപ്പൻ എന്ന രാഷ്ട്രീയ ശത്രു,
ഒരു മണ്ഡലത്തിനപ്പുറം PC ജോർജ് എന്ന നിതാന്ത ശത്രു. ഇടക്കാലത്തിണങ്ങി എങ്കിലും ഇണങ്ങിയ കാലഘട്ടത്തിലൊക്കെ ഒരു ശത്രുവിൻ്റെ മുഖം മാറിയ വേഷത്തിലാണ് KM മാണിക്കൊപ്പം PC ജോർജ് നിലയുറപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ ജോസ് കെ മാണിയെ വീഴ്ത്താനുള്ള തന്ത്രങ്ങളും PC ജോർജ് മെനഞ്ഞു. എന്തെങ്കിലും ഒരിക്കൽ അപ്പനെയും മകനെയും തീർക്കുമെന്ന വാശി അത് ജോർജിൽ ശക്തമായിരുന്നു. പകയോടെ KM മാണിക്കെതിരെയും ജോസ് കെ മാണിക്കെതിരെയും കരുക്കൾ നീക്കിക്കൊണ്ടിരുന്നു PC ജോർജ്. കെട്ടുകഥകൾ പ്രചരിപ്പിച്ചു, ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ചു. ചുരുക്കത്തിൽ ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിന് പാലായിൽ നേരിടാനുള്ളത് ശക്തരായ തൻ്റേടികളായ ശത്രുക്കളെ. ഒരു വശത്ത് മാണി സി കാപ്പൻ എന്ന തന്ത്രജ്ഞൻ, മറുവശത്ത് ഷോൺ ജോർജ് എന്ന അടിത്തടവുകൾ പഠിച്ച മെയ്വഴക്കമുള്ള മറ്റൊരു വിരുദ്ധൻ. പൂജാർ മണ്ഡലത്തിൽ മുസ്ലിം വിരുദ്ധതയെ ആളിക്കത്തിച്ച് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അടക്കം പിന്തുണ വാങ്ങിയെടുക്കാൻ ശ്രമിച്ച PC ജോർജും ഷോൺ ജോർജ് പാലായിലേക്ക് കടന്നു വരുമ്പോൾ ഷോണിൻ്റെ കണക്കുകൂട്ടലുകൾ വ്യക്തമാണ്. മുൻപ് BJP സ്ഥാനാർത്ഥി നേടിയ 24,000 വോട്ടുകൾ, ഒപ്പം മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ തൻ്റെ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കുന്ന വലിയൊരു ക്രിസ്ത്യൻ വിഭാഗം, മറുവശത്ത് മാണി വിരുദ്ധരുടെ വോട്ടുകൾ. എന്നാൽ ഇവ കൃത്യമായി ഇവിടെ വിഘടിക്കപ്പെടുന്നു എന്ന രാഷ്ട്രീയ സത്യം ഒളിഞ്ഞിരിക്കുന്നു. വേളാങ്കണ്ണി പള്ളിയിലെത്തി മുട്ടുകുത്തി ദീർഘനേരം പ്രാർത്ഥിക്കുന്ന ജോസ് കെ മാണിക്ക് വിശ്വാസവും ജീവിതവുമൊക്കെ പലപ്പോഴും ഒന്നു തന്നെ. ഇവിടെയാണ് ഈ 3 നേതാക്കളും ഇപ്പോൾ നേർക്കുനേർ നിൽക്കുന്നത്. കണക്കുകളുടെ പിൻബലം വെച്ച് നോക്കുമ്പോൾ മാണി സി കാപ്പൻ്റെ വോട്ട് നില ഭദ്രമായിരുന്നു. എന്നാൽ ഷോൺ ജോർജ് പാലായുടെ രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വോട്ടുകൾ വിഘടിക്കപ്പെടുമെന്ന് തീർച്ച. 2021 തെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പന് ലഭിച്ചത് 69,804 വോട്ടുകൾ. അന്ന് ജോസ് കെ മാണിക്ക് കിട്ടിയത് 54,426 വോട്ടുകൾ. ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സ്ഥാനാർത്ഥിത്വമുണ്ട്. പ്രമീള ദേവി ജയുടെ BJP സ്ഥാനാർത്ഥി. അന്ന് പ്രമീള ദേവിക്ക് ലഭിച്ചത് 10,869 വോട്ടുകൾ. 2019 തെരഞ്ഞെടുപ്പിൽ അന്ന് മാണി സി കാപ്പന് ലഭിച്ചത് 54,137 വോട്ടുകൾ. ജോസ് ടോം പുലിക്കുന്നിൽ എന്ന കേരള കോൺഗ്രസ് പാണി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 51,194. BJPയുടെ ശക്തനായ N ഹരി മത്സരിച്ചപ്പോൾ ഹരിക്ക് കിട്ടിയത് 18,044. BJP വോട്ടുകളുടെ കുറവും കാപ്പന് കിട്ടിയ ഭൂരിപക്ഷവും ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം. 2016 KM മാണി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അന്ന് N ഹരി എന്ന BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 24,821. അന്ന് 42% വോട്ട് ഷെയർ വാങ്ങി KM മാണി വിജയിക്കുന്നു. ചുരുക്കത്തിൽ BJP സ്ഥാനാർത്ഥി വോട്ടുകൾ കൂടുതൽ നേടുമ്പോൾ വിജയം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വന്ന് ചേരുന്ന കാഴ്ചയാണ് പാലായുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഷോൺ ജോർജ് കൂടുതൽ വോട്ടുകൾ ശേഖരിക്കുമ്പോൾ ജോസ് കെ മാണിയുടെ വിജയസാധ്യതയേറുമെന്നാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറുവശത്ത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പ്രസ്താവനകൾ മാണി സി കാപ്പനിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇത് തന്റെ അവസാന മത്സരമാണ് എന്ന് കാപ്പൻ സാക്ഷ്യപ്പെടുത്തി. കടുത്തുരുത്തിയിലും പാലായിലുമൊന്നും വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് കാപ്പൻ സമ്മതിക്കുന്ന വീഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. കാപ്പന് ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ ചെറിയ പിഴവുകൾ ഉണ്ടായി എന്ന് വ്യക്തം. നിയമസഭയിലെ മോശം പ്രകടനം തന്നെയാണ് മാണി സി കാപ്പന് മുഖ്യ വിനയായിരിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി BJPയും ഷോൺ ജോർജുമൊക്കെ ശക്തമായ പ്രചരണം തുടരുന്നു. ലഭ്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ ഏറ്റവും കുറവ് നിയമസഭയിലെ അറ്റൻഡൻസ് കാപ്പന് തന്നെ. നിയമസഭയിലെ നടപടിക്രമങ്ങളിൽ 90% കാപ്പൻ പങ്കെടുത്തിട്ടേയില്ല. നിയമസഭയിൽ പോയ ദിവസങ്ങളിൽ വെറുതെ ഇരുന്നുറങ്ങുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗികൾ പരിഹസിക്കുന്നത്. തന്റെ 3 മിനിറ്റ് സമയം പോലും മറ്റുള്ളവർക്ക് വീതിച്ചു നൽകാനുള്ള കാപ്പന്റെ മനസ്സ് കാണാതെ പോകരുത് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് മണ്ഡലത്തിലെ ജനങ്ങൾ. കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഇക്കുറി ഏറെ നിരാശയിലാണ്. അതിനിടയിലാണ് പാലാ തെരഞ്ഞെടുപ്പ്. ഭരണവിരുദ്ധത അതുമാത്രമാണ് മാണി സി കാപ്പനേറെ പ്രതീക്ഷ വയ്ക്കാനുള്ള ഒരൊറ്റ കാരണം. മറുവശത്ത് ഷോൺ ജോർജ് തന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തി കേന്ദ്രീകരിക്കുന്നു. എന്നാൽ പരമ്പരാഗതമായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ലഭിച്ചിരുന്ന വോട്ടുകൾ വോട്ടുപെട്ടിയിലെത്തിക്കുകയും ഒപ്പം CPM LDF പ്രവർത്തകരുടെ വോട്ടുകൾ കൃത്യമായി എത്തിക്കാൻ കഴിയുകയും ചെയ്താൽ വിജയം ജോസ് കെ മാണിക്ക് തന്നെ എന്ന് LDF ക്യാമ്പുകൾ വിശ്വസിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, രാഷ്ട്രീയ മാന്യത വലിയ തോതിൽ ചർച്ചയാകുന്നു ഇപ്പോൾ പാലാ നിയോജക മണ്ഡലത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.